എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയുമോ? അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരെങ്കിലും തന്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിങ്ങളുടെയും റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരാൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സർവ്വകാര്യങ്ങളും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം, ആ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു നമ്മുടെ അഭിലാഷമാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക. നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് അത് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നിസ്കാരത്തിന്റെയും നമ്മളുടെ ഖുർആൻ പാരായണത്തിന്റെയും നമ്മൾ പറയുന്ന ദിക്റുകളും നമ്മളുടെ ഏത് സൽക്കർമ്മം എടുത്തു നോക്കിയാലും നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് തവക്കൽതു അലല്ലാഹ്. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു സൗഭാഗ്യമാണ് എന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ഒന്നാമതായിട്ട്. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ആരാണോ പടച്ചവനെ പരമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതിയാകുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ആ പ്രതിസന്ധിയിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ സർവ്വകാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ പരിഹാരമായി, ആ വിഷയത്തിന് പരിഹാരമായി അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ബോധം നമുക്കുണ്ടാവുകയാണ്. അവൻ അള്ളാഹു മതിയാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. പടച്ചവനെ നമ്രൂദിന്റെ നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി അവന്റെ അനുയായികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിന്റെ മുകളിൽ കയറ്റി അതാ അതിലേക്ക് എയ്തിടുന്നതിന് വേണ്ടി നിർത്തുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇടുന്നതിന് വേണ്ടി അടുത്തേക്ക് പോകാൻ പോലും കഴിയില്ല. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരം, ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീക്കുണ്ടാരത്തിലേക്ക് കരിഞ്ഞു വീഴുന്ന രീതിയിലുള്ള ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി അതിനകത്തേക്ക് വിടാൻ അമ്പും വില്ലും തയ്യാറാക്കി അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുന്ന സമയത്താണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അത്രേ അവിടെ നിന്ന് ഞാൻ രക്ഷിക്കട്ടെ, അങ്ങനെ ഞാൻ രക്ഷിക്കട്ടെ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ചരിത്രം നമുക്ക് സാക്ഷിയാ. അതുകൊണ്ട് അള്ളാഹുവിൽ ഏതൊരു മനുഷ്യന് പരമേൽപ്പിക്കുന്നുണ്ടോ ആ മനുഷ്യന് അള്ളാഹു മതിയാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു മൂന്നാമത്തെ നേട്ടം, രാത്രി കിടക്കുന്ന സമയത്ത്, വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലൗന വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം എന്തെന്നറിയുമോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യന് രക്ഷ കൊടുക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈശാചികമായ ഉപദ്രവങ്ങൾ, പിശാചിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിന്റെ ഉപദ്രവം ഏതെല്ലാം രീതിയിലൂടെ മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യൻ സഞ്ചരിക്കുന്ന ഓരോ നരമ്പിലൂടെ പോലും ഇബ്ലീസ് സഞ്ചരിക്കുമെന്ന മനുഷ്യനെ പിഴപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഒരു നേട്ടം പൈശാചികമായിട്ടുള്ള ഉപദ്രവം, ഇബ്ലീസിന്റെ ഉപദ്രവം. ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയാം. എല്ലാവരും വീടുകളിൽ പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്, ഇതൊക്കെ ഉണ്ടോ എന്ന്. ചിലരൊക്കെ പറയാറുണ്ട് വരത്തുപോക്കുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ചില വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട്, ശൈത്താനിന്റെ സാന്നിധ്യമുള്ള ചില വീടുകളുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകൾ കാണാം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് അവിടെ നിന്ന് പറയുകയുണ്ടായി. നമുക്കൊരു ചരിത്രം കാണാം. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ സ്വഹാബികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വലിയ ക്ഷീണമാണ് എല്ലാവർക്കും, യാത്ര സഞ്ചരിച്ചിട്ട് വല്ലാത്ത ഒരു പ്രയാസം. അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും എല്ലാവരും അവരവർക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ എല്ലാവരും തമ്പടിച്ചു. അന്നത്തെ രാത്രി അവിടെ കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നോക്കുമ്പോഴത്തേക്ക് സുബഹി ഖളാ ആയി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുന്നു. ബിലാലെ, ഇതേ വിളിക്കാഞ്ഞേ, സുബഹി ഖളാ ആയി പോയല്ലോ. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങിപ്പോയി. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ എല്ലാവരും പെട്ടെന്ന് കയറ്. ധൃതി കാണിച്ചു. അവിടെ എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു. പെട്ടെന്ന് വാഹനത്തിൽ കയറി സഞ്ചരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നത്, നബിയെ ഇത്ര ധൃതി കാണിക്കാനുള്ള കാര്യം എന്താ ഇത്ര ധൃതി, പെട്ടെന്ന് പോകാൻ പറയുന്നല്ലോ, എന്തേ സംഭവിച്ചത്? ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒറ്റയടിക്ക് നമ്മളെ ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. ഇത് ഹദീസാണ് സഹോദരങ്ങളെ. ഇതുപോലെ എത്രയോ ഹദീസ് കാണാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ നല്ല കച്ചവടമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, കുടുംബ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത്, ഞങ്ങൾക്ക് നല്ല പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സമ്പത്ത് മുഴുവനും, കച്ചവടം മുഴുവനും തകർന്നുപോയി. എൻ്റെ മക്കളും മരിച്ചുപോയി, എൻ്റെ ഭാര്യ രോഗിയാണ്, വലിയ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറഞ്ഞത്, ആ വീട് വിട്ടേക്കാനാ പറഞ്ഞത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ പൈശാചികമായ ഉപദ്രവമുള്ള ചില വീടുകൾ നമുക്കുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഉസ്താദ് അവരുടെ ഒക്കെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള പരിഹാരവും അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതിന് തകിട് കുഴിച്ചിടാനൊന്നും ആരും നടക്കണ്ട. ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ പരമേൽപ്പിക്ക്. അതാണ് പണ്ടുള്ളവര് വീട് പൂട്ടുമ്പോഴും തവക്കൽതു അലല്ലാഹ്, വീട് തുറക്കുമ്പോഴും തവക്കൽതു അലല്ലാഹ്, ഒരു പാത്രം അടച്ചു വെച്ചാൽ പോലും തവക്കൽതു അലല്ലാഹ്. എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾക്കതില്ല. അതുകൊണ്ട് വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതിയാ മതി എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അള്ളാന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി, വീടിനകത്തുള്ള ഏത് ശൈത്താനും ഇറങ്ങിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, റക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദ്യം നമ്മുടെ ശരീരത്തിരിക്കുന്ന ശൈത്താൻ ഇറങ്ങിപ്പോകട്ടെ, അതാ വേണ്ടത്. വീട്ടിലിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനിനെയാണ് ഇറക്കി വിടേണ്ടത്. അള്ളാഹു ഇറക്കി വിട്ടു തരുമാറാകട്ടെ. അതിന് ചെയ്യേണ്ടത് എന്താ? ഒരു കഷ്ടപ്പാടൊന്നുമില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് ഓതിയാ മതി. അത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഓതാറില്ല. നമ്മൾ വലിയ അലസന്മാരാ, വലിയ മടി കാണിക്കുന്നവരാ. ഏതായത്താ? ആരാ പറഞ്ഞു കൊടുത്തതാ മനസ്സിലാക്കേണ്ടത്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നൊരു ജോലി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുവാൻ, അനീമത്ത് സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജോലി കൊടുത്തു. രാത്രി ആയപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരാളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഷണം നടത്തുന്നു. നബി സല്ലല്ലാഹു അവിടെ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ പ്രായമുള്ള ഒരു കള്ളം വന്ന് മോഷണം നടത്തുന്നു. പിടിച്ചു, വാടാ, ഞാൻ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞു, വീട്ടില് പട്ടിണിയാ, വലിയ ദാരിദ്ര്യമാ. അബൂ ഹുറൈറ, നീ പട്ടിണി കിടന്നിട്ടില്ലേ? വലിയ പ്രയാസമാണ്, ഭാര്യയും മക്കളുടെയും പട്ടിണി, ദാരിദ്ര്യം, അതുകൊണ്ട് വന്നെടുത്തു പോയതാ. ഇനി ഞാൻ ചെയ്യൂല ഒക്കെ പറഞ്ഞു വിട്ടു. ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസവും ഇതേ മനുഷ്യൻ വന്ന് മോഷണം നടത്തുന്നു. അന്നും പിടിച്ചു, അന്നും കരച്ചല. മക്കളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ വന്നതാ, അന്നും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും മനുഷ്യൻ വന്ന് മോഷണം നടത്തുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കയ്യോടെ പിടിച്ചു. ഇനി നിന്നെ ഞാൻ വിടൂല, കാരണം 2 പ്രാവശ്യം നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും. ആ മനുഷ്യന് മനസ്സിലായി, ഇനി എന്തു പറഞ്ഞാലും അബൂ ഹുറൈറ വിടൂല. അതുകൊണ്ട് ഇനി ഏകയുള്ള വഴി, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു, ഇൽമിനോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിനക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന്. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ, ആദ്യത്തെ 2 പ്രാവശ്യം പിടിച്ചപ്പോഴും കരച്ചിലും നിലവിളിയുമായതുകൊണ്ട് വിട്ടതാ. പക്ഷെ 3ാമത്തെ പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. പക്ഷെ അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു. ഈ ആയത്ത് പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഏതായത്താ? അവിടെ നിന്ന് ആയത്ത് പറഞ്ഞു കൊടുത്തു. ആ സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അതാരായിരുന്നു? ഇബ്ലീസ് ആയിരുന്നു. അപ്പൊ സാക്ഷാൽ ഇബ്ലീസ് തന്നെയാണ് തന്നെ പൂട്ടാനുള്ള ഒരു പൂട്ടിന്റെ താക്കോല് കൂടെ പറഞ്ഞു കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വീടിനകത്ത് കയറിയിരുന്നിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ശൈത്താൻ തൻ്റെ മക്കളോട് പറയുമത്രേ, ഇനി ഈ വീട്ടിൽ താമസമില്ല, ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും വേറെ വീട് നോക്കിക്കൊള്ളാൻ ശൈത്താൻ തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആയത്തിൽ കുർസി വീടിനകത്ത് കയറിയിരുന്ന് ഓതിയ ശൈത്താൻ തന്റെ മക്കളോട് പറയുക, ഇനി ഇവിടെ കടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പള്ളി ഉസ്താദന്മാരൊക്കെ പറയുന്നത്, വീടിനകത്തേക്ക് കയറുമ്പോ ആയത്തിൽ കുർസി ഓതാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഒരു ആയത്തിൽ കുർസി ഓത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും ഇവിടെ ഇരുന്നുകൊണ്ടൊന്ന് ഓത്. ആദ്യം നമ്മുടെ ശൈത്താൻ പോകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض
വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാ പറയുന്നത്, വീടിനകത്തേക്ക് കയറുന്ന സമയം ആയത്തുൽ കുർസി പാരായണം ചെയ്യ്, അവിടെ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിനകത്തേക്ക് കയറുമ്പോൾ ഇബ്ലീസ് പറയൂ അത്രേ, ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ ഇബ്ലീസ് പറയും, ഒന്ന് നിൽക്ക്. ഇതിനാ നിൽക്കാൻ പറയുന്നത്? ഇപ്പൊ എല്ലാവരും വീട്ടിലേക്ക് കടന്നുപോയി. എന്തായാലും ഇന്ന് ഈ വീടിനകത്ത് താമസമില്ല, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, ഒന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ നോക്കാം. ഇബ്ലീസ് പറയും എത്ര, ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഭക്ഷണമെങ്കിലും കിട്ടുമോ നോക്കാൻ. ആരെങ്കിലും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ മക്കള് പറയും ഇന്ന് കാന മാത്രമേ ഉള്ളൂ, ഇന്ന് ഭക്ഷണമുണ്ട്, താമസമില്ല, കൂടെ ഇരുന്ന് കഴിച്ചുകൊള്ളാൻ. ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞാൽ ശൈത്താൻ പറയും താമസിക്കാനും പറ്റൂല, ഭക്ഷണവും ഇല്ല, പൊക്കോളാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് നാം പരമേൽപ്പിക്കുന്നതിലൂടെ ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും. എന്തു പറയുന്നതിലൂടെ? തവക്കൽതു അലല്ലാഹ് എന്ന് ഇഖ്ലാസോടുകൂടി പറയുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഒരു ആയത്തുൽ കുർസി ഓതൂലേ? നിങ്ങൾക്കും രക്ഷപ്പെടാ, എനിക്കും രക്ഷപ്പെടാ. ഓതൂലേ? എപ്പോ ഓതും? ഇതെന്താ ചങ്ങായിമാരെ, ഇന്ന് എപ്പോ ഓതും? വീട്ടിൽ പോകുമ്പോ. എപ്പോ? വീട്ടിൽ പോകുമ്പോ ഓതൂലേ? ഓതൂലേ? എന്താ നേട്ടം എന്താ? പെണ്ണും പുള്ളിയുടെയും മക്കളുടെയും ശരീരത്ത് കൂടി ഇരിക്കുന്ന ശൈത്താൻ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോകും. പിന്നെ സന്തോഷമുള്ളൊരു ജീവിതം. എന്താ ആയത്തുൽ കുർസി ഓതിയാ കിട്ടുന്ന നേട്ടം എന്താ? കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക്. കാരണം നിന്റെ വാപ്പ കിടന്നതാ, രാവിലെ എഴുന്നേറ്റില്ല. നമ്മുടെ ഉമ്മ ഇതുപോലെ കിടന്നതാ, പലരും കിടന്നു രാവിലെ എഴുന്നേറ്റില്ല. അതുകൊണ്ടാണ് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്ക്. ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്റായീൽ അല്ലാതെ വേറൊന്നും അവിടേക്ക് കടക്കില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. രണ്ട്, അവൻ അല്ല മതി, ഏത് കാര്യമെടുത്തു നോക്കിയാലും പടച്ച റബ്ബുണ്ടെന്നുള്ള ഒരു ധൈര്യം അവനുണ്ടാകുന്നു. മൂന്ന്, ശൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലർസുഖതും കമാ തുർസുഖുത്തൈർ. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ നേട്ടം എന്തെന്നറിയുമോ? അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു അവന് റിസ്ക് കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാത്ത കഷ്ടപ്പാടാ. പടച്ചവനെ, നമ്മുടെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ പരിവട്ടമില്ലാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ പലരും വളഞ്ഞ വഴികൾ നോക്കുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് അള്ളാഹു റിസ്ക് നൽകും. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. എന്തിനാ മഹത്തുക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോൾ ചരിത്രങ്ങൾ കാണാം. ഒരു ചരിത്രം, അള്ളാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ റിസ്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ. ഒരു ചരിത്രം പറയുന്നു,
കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു. ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ കപ്പല് നടുകടലിൽ എത്തുന്ന സമയത്ത് കപ്പല് പെട്ടെന്ന് തകർന്നുപോയി. കപ്പല് വല്ലാതെ പെട്ടെന്ന് തകർന്നുപോയി. ജനങ്ങളെല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ. വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു പലക കഷ്ടത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത്. ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ വേദന അനുഭവിച്ചു. അവിടെ നിന്ന് പ്രസവിച്ചു. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയുന്നത് ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചവനെ, ആ ചോരക്കുഞ്ഞ് നടുകടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും? അവര് പലക കഷ്ടത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ട്? അല്ലാഹ് പറഞ്ഞു, നീ റൂഹ് പിടിക്കാൻ. അവിടെ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു. ഉമ്മ മരിച്ചു വെള്ളത്തിലേക്ക് മലർന്നു വീണു. ആ പലക കഷ്ടത്തിന്റെ മുകളിൽ ആ ചോരക്കുഞ്ഞിങ്ങനെ കിടക്കുകയാ. ചരിത്രം പറയുന്നു, കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞ് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ. ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി. അകിടിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കിടന്ന് നെട്ടോട്ടമോടുകയാ. ചരിത്രം പറയുന്നു, അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കിടന്ന് നെട്ടോട്ടമോടുകയാ. ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ അകിട് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലുന്നു. അള്ളാഹു കാണാതെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പറയുന്നു. അവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം ആ സിംഹത്തിന്റെ അകിടിലെ വേദന മാറുന്നു. ആ കുഞ്ഞ് കരയുന്ന സമയം അത് വരും. ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ്, ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത്. അവനാണ് ഷദ്ദാദ് എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. നാം ഇത് ചിന്തിക്കേണ്ടത്, അള്ളാഹു നമുക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് റിസ്ക് തരും. അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മറിച്ച് നാം അത് ചിന്തിക്കുന്നില്ല. നാം ഹലാലും ഹറാമും നോക്കാതെ കഷ്ടപ്പെടുന്നത് റിസ്ക്കിന് വേണ്ടിയാ, ഭക്ഷണത്തിന് വേണ്ടിയാ, നമ്മുടെ ഭാര്യ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാ. എന്ത് ചോദിച്ചാലും ഇബാദത്ത് ചെയ്യാൻ സമയമില്ല. അള്ളാഹു നമ്മുടെ റിസ്ക്കിൽ വിശാല നൽകുമാറാകട്ടെ. എന്തിനാ കഷ്ടപ്പെടുന്നത്? പൈസയ്ക്ക് വേണ്ടി. ചോദിച്ചാ എന്താ നിസ്കരിക്കാൻ വരാത്തത്? കച്ചവട ഉസ്താദ കടയിൽ ഇല്ലേ? എന്താ പള്ളി കയറാത്തത്? ഏത് കാര്യം എടുത്താലും നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കുന്നില്ല. എന്ത് ധൈര്യത്തിലെന്നറിയോ? ഇന്ന് ഞാൻ വരുമ്പോഴും പടച്ചവനെ ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന എൻ്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് ഉസ്താദെ വേണമെന്ന് ചോദിക്കണത്. എന്നാലോചിച്ച്, റഹ്മാനായ അല്ലാഹ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 70 ലക്ഷം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ത് ധൈര്യത്തിലാ പണ്ട് കൊണ്ടുവരുവോ? ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന ഒരാളെടുക്കൽ കൊണ്ടുവരൂല. കാരണം എന്തേ? അവർക്കറിയാം ഇവരിത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം. ഇന്നങ്ങനല്ല നമ്മുടെ മുന്നിൽ. കാരണം എന്തേ? ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണബമ്പറായിരിക്കണത് ഇങ്ങനെ തെളിഞ്ഞു കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല, ഒരാളും നോക്കുന്നില്ല. കാരണം എന്തിന്? ഒന്നിനും നമുക്ക് സമയമില്ല, പണം മാത്രം. അതുകൊണ്ടാ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞു തന്നത്, ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത്, ഏത് വീടിന്റെ അകത്താണോ ഹറാമായ പണമുള്ളത്, ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്ന. അവനത് തിന്നാനുള്ള യോഗമുണ്ടാകില്ല.
എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്ന, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകൾ മുഴുവനും ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ നടന്നു പോകുന്ന ഒരു വിറകു വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ്. ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തു. സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറകു വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? ആ സമയത്താണ് പെണ്ണ് പറയുന്നത്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്കാറുണ്ട്. ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. കേട്ടുകൊണ്ടിരുന്ന സ്വഹാബി വനിതകൾ പറയുന്നു, ഇല്ല, ഇത് ഞങ്ങളും ചെയ്യുന്നതാണ്, ഇനി പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി, പണിക്ക് പോകുന്നതിന് വേണ്ടി, ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ ഒരുങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എവിടെ നിന്ന് വിളിക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇങ്ങനെ പറയുന്ന പെണ്ണ്, ആ പെണ്ണായിരുന്നു സ്വർഗത്തിന്റെ അവകാശി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ പറയും, എവനെയും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ആയിട്ട് വന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പോഴത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കാറില്ല. നിസ്കരിക്കാൻ സമയമുണ്ടോ? അള്ളാഹുവെ, നല്ല രീതിയിൽ പള്ളിയിൽ കയറി നിസ്കരിച്ചുകൊണ്ടിരുന്നതാ, അപ്പോഴാ കൊറോണ വന്നത്. ഇപ്പൊ വെള്ളിയാഴ്ച പോലും നിങ്ങൾ ആലേക്ക്, ആദ്യമൊക്കെ പടച്ചവനെ ജുമായ്ക്ക് പോകണ്ട എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോ കരച്ചിലായിരുന്നു. വെള്ളിയാഴ്ച മൈക്കിലൂടെ കരയുന്നു, മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്ന, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ പോലും കരച്ചിലായിരുന്നു, സങ്കടം. ഒളിച്ചും പാത്തിട്ടാ പലരും കയറി ജുമാ നിസ്കരിച്ചത്, കണ്ടോ? ഒളിച്ചും പാത്തിട്ട് പോലീസ് പിടിച്ചു, കേസെടുത്തു. ഇപ്പോഴോ പള്ളിക്കകത്ത് കയറാൻ പറഞ്ഞിട്ടോ ആരും അങ്ങോട്ട് പോകണില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, പള്ളി തുറക്കണമെന്ന് പ്രകടനം നടത്തിയവരുണ്ട്, ഒളിച്ചും പാത്ത് നിസ്കരിച്ചവരുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച തന്നെ മറന്നുപോയി ഉമ്മത്ത്. വെള്ളിയാഴ്ച പോലും പോകാത്തൊരവസ്ഥ. ഇപ്പൊ പള്ളിക്കകത്ത് മാത്രമാ കൊറോണ ഉള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കൊറോണയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പള്ളിയിൽ കയറിയ പിടിപെടുന്നത്. ഒന്ന് ആലിച്ചു നിൽക്കുക സഹോദര, പള്ളിയുടെ മുന്നിലിരിക്കുന്നു, പോന്നില്ലേടെ പള്ളിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക, പോകണില്ലേ? ഒരു കസ്റ്റമർ വന്നാലോ? അള്ളാഹു കാക്കുമാറാകട്ടെ. നാലിച്ചയ്ക്ക് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. എന്തിന്? കുടുംബത്തെ പോറ്റാൻ, പൈസ ഉണ്ടാക്കാൻ, ഭാര്യയും മക്കളും പട്ടിണി കിടക്കാതിരിക്കാൻ. അതിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന് കച്ചവടമല്ല ചെയ്യേണ്ടത്. അള്ളാന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാവരും ഉപജീവനത്തിന് വേണ്ടി തൻ്റെ ഭാര്യയും മക്കളെയും പട്ടിണി കിടക്കണ പേടിച്ചിട്ട നിസ്കരിക്കാതെയും നന്മകൾ ചെയ്യാതെയും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. രാവും പകലും ഉറക്കമുണ്ടോ? പലർക്കും ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഞാൻ തരാം ഭക്ഷണം. ആർക്കാ വേണ്ടേ? എടാ, ആർക്കാ വേണ്ടത്? ഞാൻ തരാം. രാഷ്ട്രീയക്കാരൻ പറയണ പോലല്ല അല്ല പറയുന്നു, ഒരു ദിവസമല്ല, മരിക്കണ കാലം വരെ ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ നിക്കണ ഇരിയങ്ങായി? നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുണ്ട്. അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ, ഒരു ദിവസമോ ഒരു മാസമോ അല്ല,
നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരും. നിനക്ക് മാത്രമല്ല, നിന്റെ ഭാര്യക്കും മക്കൾക്കും തരും. അള്ളാഹു നമുക്ക് റിസ്ക്കിൽ വിശാലത നൽകുമാറാകട്ടെ. അള്ളാഹു റിസ്ക്കിൽ വിശാലത നൽകുമാറാകട്ടെ. എന്തേ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, ബക്കറ്റ് എടുക്കല്ലേ. സുബ്ഹാനല്ലാഹ്, ഇങ്ങോട്ട് വരിയും കാക്കാതെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ബക്കറ്റ് ഇപ്പൊ എടുക്കണ്ട, പക്ഷെ അതവിടെ വെച്ചേരാ. അൽഹംദുലില്ലാഹ്, പിന്നെ എടുത്താൽ മതി. പക്ഷെ അതവിടെ വെച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞാ കേൾക്കുവോ? അള്ളാഹ് പറഞ്ഞാ കേൾക്കുവോ? ഇതെന്റെ ഭാഷ മനസ്സിലാവണില്ല എനിക്ക്. അള്ളാഹു പറഞ്ഞ കാര്യം ചെയ്യാൻ തയ്യാറാണോന്ന് ഉറക്കപ്പറ. അന്നാ ആ ബക്കറ്റ് ഇത്തിരി പൈസ ഇട്ടെ, കൊണ്ടുപോവാ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്തോ. ഇൻഷാ അല്ലാഹ് ഒരു പൈസ ഇട്ട പോക്കറ്റിൽ നിന്ന് കൈയെടുത്തേ. പോക്കറ്റ് കൈയിട്ട് പൈസ ഇട്. തലയുടെ മുകളിൽ നോക്കിക്കേ എല്ലാരും. തലയുടെ മുകളിലോട്ട് നോക്ക്. ഒരു മലക്ക് നിൽക്കുന്ന തലയുടെ മുകളിൽ. ഒരു മിനിറ്റ് കാക്ക, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നു. അദ്ദേഹം ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ ആരെങ്കിലും ഒരു സദക്കയെടുത്ത് അതിനകത്തിട്ട ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹ് ഉള്ളതിൽ പങ്കിവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ബക്കറ്റ് വരുമ്പത്തേക്ക് ഉറങ്ങുക, ചുമ്മാതെ കുനിഞ്ഞിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഓന്റെ മുഖത്ത് പോലും നോക്കണില്ല. അപ്പൊ മലക്ക് ദുആ ചെയ്യും, പടച്ചവനെ പോക്കറ്റിലുണ്ട് റഹ്മാനെ, നീ കൊടുത്തിട്ട് ഇവൻ കൊടുക്കണില്ല, ഇവൻ കയ്യിലുണ്ടായിട്ടും കൊടുക്കണില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ. ആരാ ദുആ ചെയ്യണേ? ആഫിദോ ആലിമോ തങ്ങളൊന്നുമല്ല, അള്ളാന്റെ മലക്ക. ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരത്തെ നന്മയല്ലാതൊന്നും പറയാത്ത മലക്കിന്റെ ദുആ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ തീരുമാനിക്ക്, ഏത് ദുആ വേണം? ഏത് ദുആ വേണം? അനുകൂലമാക്കണോ എതിരാക്കണോ? ഒരാൾ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട്